ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സാധാ വെള്ളം ഉണ്ടല്ലോ, അത് ഇച്ചിരി ആയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവണ വരെ കുഴച്ചെടുക്കുക. ഇത് നമുക്ക് ഒരുപാട് മെനക്കെടൊന്നുമില്ല, ഒറ്റ പരത്തിൽ പരത്തിയാൽ മതി. ഒരുപാട് തവണ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മുഴുവൻ സ്നാക്കും ഒറ്റ പരത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിത് ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി സോഫ്റ്റ് ആവുന്ന വരെ കുഴയ്ക്കുക. അപ്പം ഇത് നല്ല സോഫ്റ്റ് ആവണ വരെ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇത്തിരി ഒന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് മസാല ഉണ്ടാക്കുന്ന ആ സമയം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഡ്രൈ ആയി പോകാണ്ടിരിക്കാനാണ്. അപ്പം ഇത് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കണം. ഞാനിവിടെ ഒരു ബൗളിൽ 3 ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങ് പറഞ്ഞാൽ ചെറിയ ഉരുളക്കിഴങ്ങാണ് 2 എണ്ണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസ് ആണെങ്കിൽ 2 ഉരുളക്കിഴങ്ങേ ആവശ്യമുള്ളൂ ഇതിന്. അപ്പം നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക. പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അപ്പം നല്ല പോലെ ഉടച്ചെടുക്കാൻ നോക്കുക. കട്ടയില്ലാതെ ഉടച്ചെടുക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ല. അപ്പം നല്ല പോലെ നമുക്ക് ഉടച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു പകുതി സവാളയാണ്. അത്രയും മതി. നല്ലപോലെ നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ ഏകദേശം ഒരു 3 പീസേ ഉണ്ടാവുള്ളൂ, ഒരുപാട് വേണ്ട. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് കൈ വെച്ചിട്ട് എന്നെ ഒന്ന് പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണ്ട. കാരണം നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ആ ചിക്കൻ്റെ മസാലയും നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ ഇല്ലേ, അപ്പം അതെല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വഴറ്റിയിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇത് നമ്മൾ കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഒരുമിച്ച് ആ ഒറ്റ ബോൾ തന്നെ നമ്മൾ ഒരുമിച്ചാണ് ഇനി പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇത് നമ്മൾ ഒറ്റ പരത്തിൽ പരത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരില്ല. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കാരണം നമ്മളിത് പിന്നെ കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് തിന്നാവുന്നത് വരെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പം നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ കൊടുത്തുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്താൽ മതി. കാരണം നമുക്കിനി സ്ക്വയർ ആക്കിയിട്ട് ഓരോ പീസാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതേ ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയറോ റെക്റ്റാങ്കിളോ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് 3 പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും 3 വട്ടമായിട്ട് ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം സ്ക്വയർ പീസസ് ആയിട്ട് നമുക്കിത് കിട്ടും. കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് ഓരോ സ്ക്വയർ പീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 9 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി ബാക്കി എടുത്തിട്ടുള്ള മാവ് വേണമെങ്കിൽ ഒന്നും കൂടി പരത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാവ് ഉണ്ടല്ലോ, അത് മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് ഓരോന്നിലും വെച്ച് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെക്കണ്ട. പിന്നെ നിങ്ങൾക്ക് അത് എന്താ പറയാ, മടക്കാൻ പറ്റുന്ന പരുവത്തിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നാൽ ഒത്തിരി കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഞാൻ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കോണിൽ നിന്ന് ഇപ്പുറത്തെ കോണിലേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. വേറെ പണിയൊന്നുമില്ല. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. മൈദ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മെനക്കെടൊന്നുമില്ല ഒട്ടിക്കാനായിട്ട്. ജസ്റ്റ് ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഒട്ടിക്കോളും.
ഇനി ആ സൈഡൊക്കെ നമ്മൾ ഒട്ടിച്ച സൈഡൊക്കെ ഒന്നും കൂടി ഒന്ന് ഉറപ്പായി കിട്ടാനായിട്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ രണ്ട് സൈഡും നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് അതിങ്ങനെ പൊളിഞ്ഞു വരുമൊന്നുമില്ല, മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളും. അപ്പൊ അതേ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് 2-3 എണ്ണൊക്കെ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിന്റെ പുറത്തെ തൊലി വേവേ വേണ്ടുള്ളൂ. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് ഇത് ഉണ്ടാവുക. ഒരുപാട് നേരം വെക്കേണ്ട, കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന ആ സമയത്തേക്ക് ഫ്രൈ ചെയ്താൽ മതി. കാരണം കുറച്ച് നേരം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആവുകയും ചെയ്യും. സോഫ്റ്റ് ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, കാരണം ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഒക്കെ കൊടുത്തോണ്ട് തന്നെ. അപ്പൊ അത് നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. നല്ല ഈ ഒരു കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഒരു 3 എണ്ണൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഓയിൽ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോഴേ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.